Today we want to study the polarizability concept of Raman effect and the essential condition for Raman effect. നമ്മൾ essential condition gross selection rule for vibrational and rotational പഠിച്ചു അല്ലേ. അതുപോലെ ഇനി രാമൻ എഫക്റ്റിന് വേണ്ട കണ്ടീഷൻ എന്താണ്? ദാറ്റ് ഈസ് ദിസ് കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ഫോർ രാമൻ ആക്ടിവിറ്റി. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ പിന്നെ മോളിക്യൂൾ ഈസ് സബ്ജക്റ്റ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ എന്നുള്ളൊരു ഇലക്ട്രിക് ഫീൽഡിൽ മോളിക്യൂളിൽ അപ്ലൈ ചെയ്യുകയാണ് വിചാരിച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈ. എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാവിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക പറഞ്ഞു വെച്ചാൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മൾ മോളിക്യൂളിന് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള പോസിറ്റീവ് സെൻറ്റർ വിൽ മൂവ് ടുവേർഡ്സ് ഒരു പോസിറ്റീവ് സെൻറ്റർ എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും അല്ലേ. കാരണം നെഗറ്റീവ് ഭാഗത്തേക്കാണ് പോസിറ്റീവിന് അട്രാക്ഷൻ ആവുക. ഇലക്ട്രോൺസ് എല്ലാം കൂടി നെഗറ്റീവ് ഇലക്ട്രോണിലേക്ക് ഡയറക്റ്റ് ചെയ്യും. സോ മോളിക്യൂൾ ആകുന്ന ഡിസ്റ്റോർട്ടായി ഇവിടെ ഇങ്ങനെ കൃത്യമായി നിന്നിരുന്ന മോളിക്യൂൾ ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയി മാറും. ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി പോളറൈസേഷൻ. ദിറ്റ് ഈസ് കോൾഡ് ആസ് പോളറൈസേഷൻ. അപ്പോൾ എന്താ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ മോളിക്യൂൾ ഈസ് സബ്ജക്റ്റഡ് ടു എ സ്റ്റാറ്റിക് മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഫീൽസ് സം ഡിസ്റ്റോർഷൻ. അതൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും. കാരണം ദ പോസിറ്റീവ് സെൻറ്റേഴ്സ് ദാറ്റ് ഈസ് ന്യൂക്ലിയസ് വിൽ ഡിസ്പ്ലേസ്ഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് പോൾ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ നെഗറ്റീവ് ചാർജസ് ഇലക്ട്രോൺസ് വിൽ ഡിസ്പ്ലേസ് ടുവേർഡ്സ് ദി പോസിറ്റീവ് പോൾസ്. ആൻഡ് ദിസ് സെപ്പറേഷൻ, ചാർജ് സെപ്പറേഷൻ, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും അങ്ങനെ അതിങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ദാറ്റ് ചാർജ് സെപ്പറേഷൻ ഈസ് കോൾഡ് ആസ് പോളറൈസേഷൻ. Okay, and this polarization will induce a dipole moment. The polarization causes induction of a dipole moment. അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ്, മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈപ്പോൾ മൊമെൻ്റ് ആണ് അല്ലേ. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മോളിക്യൂളിന് സ്വയം ഇല്ല, പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മോളിക്യൂളിനൊരു ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടാവുക ചെയ്യുന്നത്. അതിനെ ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ മൊമെൻ്റ് എന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? That is, when an electric field is applied on a molecule, the molecule will have some distortion. That means here the positive nucleus will move towards the negatively charged electrode and the negatively charged electrons will move towards the positive center. So that will make a charge separation and that is termed as polarization. And this polarization will induce some dipole moment and is termed as mu induced, that is induced dipole moment. And you know, this induced dipole moment is directly proportional to the സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം ഡിസ്റ്റോർഷൻ നടക്കും അല്ലേ. അപ്പോൾ അത്രത്തോളം ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ദാറ്റ് ഈസ് മ്യൂ ഇൻഡ്യൂസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. മ്യൂ induced is directly proportional to E, electric field. So we can write mu induced is equal to alpha E. ഇത് proportionality ആണ് കേട്ടോ, which is equal to alpha E, where alpha is termed as പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ആൽഫയെ നമ്മൾ എന്താ പറയുക? പോളറൈസബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്നാ പറയുക. മ്യൂ ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ആൽഫ ഇ, വെർ ആൽഫ ഈസ് ടേംഡ് ആസ് പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഇനി നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് അല്ലേ മോളിക്യൂളിൽ കടത്തിവിടുന്നത്. ഇപ്പോൾ വിസിബിൾ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വി ആർ യൂസിങ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് ഫ്രീക്വൻസി ന്യൂ. ഓക്കെ, സോ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് E ഈക്വൽ ടു E0 സൈൻ 2 pi nu t. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് E ഈസ് ഈക്വൽ ടു E0 സൈൻ 2 pi nu t. ഹിയർ ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ഇത് സ്റ്റാറ്റിക് അല്ല, കാരണം ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ മനസ്സിലാവാത്തത്? E എന്ന് പറയുന്നത്
strength of the electric field. And E0 is the amplitude of the vibrating electric field vector. Electric field vectorinde amplitude ആണ് E0. പിന്നെ sin 2pi nu എന്ന് പറയുന്നത് frequency t time. So electric field can be represented as E equal to E0 sin 2pi nu t. അപ്പം അതാണ് റാലെ സ്കാറ്ററിങ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ മോളിക്യൂൾ ഒരു ഡൈപോളായിട്ട് ആക്ട് ചെയ്യും, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ ഒരു ഡൈപോൾ ഓസിലേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ മോളിക്യൂൾ സ്വയം എന്ത് ചെയ്യും, അതിന് വൈബ്രേഷൻ ഉണ്ടായിരിക്കും അല്ലേ. വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ ബോണ്ട് വൈബ്രേറ്റ് ചെയ്യാം, അത് റൊട്ടേറ്റ് ചെയ്യാം. അത് സ്വയം ഒന്നും വന്നില്ലെങ്കിൽ പോലും ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്. ഈ ഓസിലേഷൻ ഡൈപോളിൻ്റെ ഓസിലേഷൻ എപ്പോഴാണ് നടക്കുന്നത്, ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോളറൈസേഷൻ നടക്കും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. മോളിക്യൂൾ ഇറ്റ്സെൽഫ് ഹാവ് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ദിസ് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ വിൽ സൂപ്പർ ഇമ്പോസ്ഡ് അപ്പോൺ ദി ഓസിലേറ്റിംഗ് ഡൈപോൾ. ഈ ഓസിലേറ്റിംഗ് ഡൈപോളിൻ്റെ മുകളിൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതായത് ഇതിൻ്റെ പോളറൈസബിലിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? മോളിക്യൂൾ സ്വയം വൈബ്രേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു. മോളിക്യൂൾ എപ്പോഴാണ് ഓസിലേറ്റിംഗ് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇലക്ട്രിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്ത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ മോളിക്യൂളിൽ വൈബ്രേഷണൽ റൊട്ടേഷണൽ മോഷൻസും നടക്കും. ഈ വൈബ്രേഷണൽ റൊട്ടേഷണൽ മോഷൻസ് പോളറൈസബിലിറ്റിയിൽ ചേഞ്ചസ് വരുത്തും. ദാറ്റ് ചേഞ്ചസ് മേ ബി പ്ലസ് ഓർ മൈനസ്. ചിലപ്പോൾ പോളറൈസബിലിറ്റി കൂടാം അല്ലെങ്കിൽ പോളറൈസബിലിറ്റി കുറയാം. ആൻഡ് ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ ഫാക്ടർ ആൽഫ ആണ് അല്ലേ നമ്മളെ പോളറൈസബിലിറ്റി. ഈ alpha can be represented as alpha 0 plus beta sin 2 pi nu vibrational t. എന്താ ന്യൂ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഇവിടുത്തെ ന്യൂ എന്ന് പറയുന്നത് ഡൈപോൾ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, മോളിക്യൂൾ മൊത്തം ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഇത് ന്യൂ. ഈ ന്യൂ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂളിൻ്റെ ഏതെങ്കിലും ബോണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ന്യൂ വൈബ്രേഷൻ. അപ്പോൾ മോളിക്യൂളിൽ സ്വയം ഉണ്ടാകുന്ന വൈബ്രേഷനും റൊട്ടേഷനും അതിൻ്റെ പോളറൈസബിലിറ്റിയിൽ ഒരു മാറ്റം വരുത്തും. അത് പ്ലസ് ഓർ മൈനസ് ആയി മാറാം. ആൽഫ 0 പ്ലസ് ബീറ്റ സൈൻ 2 pi ന്യൂ വൈബ്രേഷണൽ ടി. ഇതാണ് ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഇതെന്താണ് പോളറൈസബിലിറ്റി. വി ഹാവ് ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ 0 ബീറ്റ സൈൻ 2 pi ന്യൂ വൈബ്രേഷണൽ ടി. നമ്മൾ ആ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വരും എപ്പോൾ മോളിക്യൂൾ സ്വയം വൈബ്രേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതാണ് ഈ ന്യൂ വൈബ്രേഷണൽ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് പറയുന്നത്. വെർ ആൽഫ 0 ഈസ് കോൾഡ് ആസ് ദ ഇക്വിലിബ്രിയം, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇക്വിലിബ്രിയം പോളറൈസബിലിറ്റി. ആൽഫ 0 ഈസ് കോൾഡ് ആസ് ദി ഇക്വിലിബ്രിയം പോളറൈസബിലിറ്റി. പിന്നെ പുതിയൊരാളുണ്ട് നമുക്കിവിടെ വന്നു, ആരാണ്? ബീറ്റ. വെർ ബീറ്റ ഈസ് ടേംഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി. ബീറ്റ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി, അതാണ് ബീറ്റ. സോ നമ്മൾ ആൽഫയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തു. ആൽഫ 0 ഈസ് ദ ഇക്വിലിബ്രിയം പോളറൈസബിലിറ്റി, ബീറ്റ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേഷൻ. അപ്പോൾ നോക്കൂ, ഈ ആൽഫ എന്നുള്ള വാല്യൂ നമ്മൾ ഈ മ്യൂ ഇൻഡ്യൂസ്ഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ആൽഫ E0 അല്ലേ. അപ്പോൾ നമുക്ക് മ്യൂ ഇൻഡ്യൂസ്ഡിനെ എങ്ങനെ എഴുതാം? ആൽഫയ്ക്ക് പകരം നമ്മൾ ആൽഫ 0 ബീറ്റ സൈൻ 2 pi ന്യൂ വൈബ്രേഷണൽ ടി, പിന്നെ ബാക്കിയുള്ള E0 സൈൻ 2 pi ന്യൂ ടി എന്ന് കൊടുത്തു. ഇനി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആൽഫ 0 ഇൻറ്റു ദിസ്. അപ്പോൾ ആൽഫ 0 E0 സൈൻ 2 pi ന്യൂ ടി കിട്ടി, പ്ലസ് ബീറ്റ ഇൻറ്റു ദിസ്. ബീറ്റ E0 സൈൻ 2 pi ന്യൂ വൈബ്രേഷണൽ ടി സൈൻ 2 pi ന്യൂ ടി എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമുക്ക് സൈൻ എ സൈൻ ബി എന്ന ഫോമിൽ എഴുതാം. ഇത് സൈൻ ന്യൂ വൈബ്രേഷണൽ എന്നുള്ള എ, സൈൻ ബി. അപ്പോൾ സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടിനെ നമ്മളൊന്ന് ഇലോബറേറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. സോ ഹൗ വി ക്യാൻ റൈറ്റ് മ്യൂ ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു, ഇതിനെ അങ്ങനെ തന്നെ നിർത്തുന്നു, ആൽഫ 0 E0 സൈൻ 2 pi ന്യൂ ടി എന്നെഴുതി, പ്ലസ് സൈൻ എ എന്നുള്ളതാണ് ഈ സൈൻ ന്യൂ വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തെടുക്കാം? ബീറ്റ E0നെ നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ബീറ്റ
E0 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ഈ പോർഷനെയാണ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആയിട്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? കോസ് ഇതിൽ 2π, ഇവിടെയും 2π ഉണ്ട്, ഇവിടെയും 2πt കോമൺ ആണ്. അപ്പോൾ കോസ് 2π എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂ വൈബ്രേഷണൽ മൈനസ് ന്യൂ ടി, പിന്നെ മൈനസ് ഓഫ് കോസ് എ മൈനസ് ബി, ഇവിടെ പ്ലസ് അല്ലേ, ന്യൂ വൈബ്രേഷണൽ പ്ലസ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി, സോറി, ഓക്കെ. കോസ് ഇവിടെ ഒന്ന് മാറ്റണം കേട്ടോ. ഇവിടെ E0 സൈൻ 2π ന്യൂ ടി സൈൻ 2π ന്യൂ വൈബ്രേഷണൽ ടി. ന്യൂ ആണ് എ എടുത്തത്, ന്യൂ ബാർ ആണ് ബി, ന്യൂ വൈബ്രേഷനിലാണ് ബി എടുത്തത്. അപ്പോൾ ഈ ടേമിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തു. കോസ് എ മൈനസ് ബി കോസ് എ പ്ലസ് ബി. അപ്പോൾ എന്ത് വരും? ഹാഫ് ബീറ്റ E0 കോസ് 2π, ഈ 2π കോമൺ ആണല്ലോ, കോസ് 2π ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷൻ, അതായത് എ മൈനസ് ബി, ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷണൽ ടി, പിന്നെ മൈനസ് ഓഫ് കോസ് 2π ന്യൂ പ്ലസ് ന്യൂ വൈബ്രേഷണൽ ടി എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ആൽഫ 0 E0 സൈൻ 2π ന്യൂ, ആൽഫ 0 ഉണ്ട് അല്ലേ, ആൽഫ 0 E0 സൈൻ 2π ന്യൂ ടി പ്ലസ് ഹാഫ് ബീറ്റ E0 കോസ് 2π ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷണൽ ടി മൈനസ്, പിന്നെ ഈ ഹാഫ് ഇത് ഇവിടെ വരുമ്പോൾ മൈനസ് ഹാഫ് ബീറ്റ E0 കോസ് 2π ന്യൂ പ്ലസ് ന്യൂ വൈബ്രേഷണൽ ടി. ഇതാണ് നമ്മളെ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മ്യൂ ഇൻഡ്യൂസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻഡ്യൂസ് ചെയ്ത ഡൈപോൾ അല്ലേ. ആൻഡ് യു നോ ദിസ് ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഹാവ് 3 ഫ്രീക്വൻസീസ്. ഏതൊക്കെയാണ് ആ 3 ഫ്രീക്വൻസി? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂ, then new minus new vibrational, then new plus new vibrational. That is, the induced dipole is associated with 3 frequencies: new minus new vibrational, new പ്ലസ് ന്യൂ വൈബ്രേഷണൽ. അതായത് ആ ഡൈപ്പോളിന് 3 ടൈപ്പ് ഫ്രീക്വൻസിയാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു റാലെ ഫ്രീക്വൻസി, ആൻഡ് ദീസ് ആർ കറസ്പോണ്ടിങ് ടു രാമൻ ഫ്രീക്വൻസീസ്. ഓക്കെ, അതിൽ ഇത് സ്റ്റോക്സ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആണ്, ഇത് ആൻറ്റി സ്റ്റോക്സ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ അത് ഇലാബറേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി മ്യൂ ഇൻഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ദ ഓസിലേഷൻ ഡൈപോൾ ഹാസ് ഫ്രീക്വൻസി കമ്പോണൻസ് ന്യൂ മൈനസ് വൈബ്രേഷൻ, ന്യൂ പ്ലസ് വൈബ്രേഷൻ, ആൻഡ് ന്യൂ കറസ്പോണ്ടിങ് ടു റാലെ, ആൻഡ് ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷൻ കറസ്പോണ്ടിങ് ടു സ്റ്റോക്ക്, ആൻഡ് ന്യൂ പ്ലസ് ന്യൂ വൈബ്രേഷൻ കറസ്പോണ്ടിങ് ടു ആൻറ്റി സ്റ്റോക്ക്. എന്താ സ്റ്റോക്കിൽ പറയുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇതിനേക്കാൾ കുറവായിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ന്യൂ മൈനസ് വരും, ഇത് ന്യൂ പ്ലസും വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ദ ഫസ്റ്റ് ടേം, ഈ ഇക്വേഷനിൽ ഈ ടേം റെപ്രസെൻറ്റ്സ് ദ റാലെ സ്കാറ്ററിങ് ആൻഡ് ദീസ് 2 terms represents the Raman scattering. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, റാലെ ആൻഡ് രാമൻ സ്കാറ്ററിങ് ബേസ്ഡ് ഓൺ ദി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ ഇക്വേഷനൊക്കെ സെലക്ട് ചെയ്തത് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് നമ്മളിനി പറഞ്ഞു വരാൻ പോകുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞു എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ വൈബ്രേഷൻ ഓർ റൊട്ടേഷൻ ടു ബി രാമൻ ആക്റ്റീവ്. രാമൻ ആക്ടിവിറ്റി കാണിക്കാനുള്ള കണ്ടീഷനാണ് അല്ലേ, അതിനൊരു ഹെഡിങ് കൊടുത്തത്. നമ്മൾ ഈ പറഞ്ഞു വന്നതും അതൊക്കെ തന്നെയാണ്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്, അതിനൊരു ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തു അല്ലേ. അതിൽ ആൽഫ 0 പറഞ്ഞാൽ എന്താണ്? പോളറൈസബിലിറ്റി, ഇക്വിലിബ്രിയം പോളറൈസബിലിറ്റി. ബീറ്റ എന്ന് പറഞ്ഞാലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേഷൻ. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി. സപ്പോസ് ദർ ഈസ് നോ ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി ഡ്യൂറിങ് വൈബ്രേഷൻ. വൈബ്രേഷൻ നടക്കുമ്പോൾ പോളറൈസബിലിറ്റിക്ക് ചേഞ്ച് വരണില്ല വിചാരിക്കൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു 0. എന്താ ബീറ്റ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റിക്ക് മാറ്റമൊന്നും വരുത്തുന്നില്ല എങ്കിൽ ബീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. ബീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മളിവിടെ ഒരു ഇക്വേഷൻ പഠിച്ചു, ആൽഫ ഈക്വൽ ടു ആൽഫ 0 പ്ലസ് ബീറ്റ സൈൻ 2π ന്യൂ. ആൽഫ എന്തായി മാറും? ആൽഫ 0 ആയിട്ട് മാറും അല്ലേ. സോ ബീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു ബീറ്റ വരുന്നുണ്ട്, ഇവിടെ ഈ രണ്ടും വാനിഷ് ചെയ്യും, ഈ ഇക്വേഷൻ വാനിഷ് ചെയ്യും. ഓക്കെ, ഈ ഒരു ടേം വാനിഷ് ചെയ്യും. മ്യൂ ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ഇത് മാത്രമായി മാറും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് എന്താണ്? റാലെ സ്കാറ്ററിങ്. അപ്പോൾ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വരുത്തില്ല എങ്കിൽ രാമൻ ആക്ടിവിറ്റി കാണിക്കില്ല എന്ന് മനസ്സിലായോ?
എന്താണ്, മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റിയിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ബീറ്റ 0 ആണ്. ബീറ്റ റെപ്രസെൻറ്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേഷൻ. അപ്പോൾ ബീറ്റ 0 ആകുമ്പോൾ ഈ പോർഷൻസ് ഒക്കെ വാനിഷ് ചെയ്യും. അതിൻ്റെ അർത്ഥം രാമൻ ആക്ടിവിറ്റി കാണിക്കുന്ന ടേം ഇവിടെ ഉണ്ടാവില്ല എന്ന്, അല്ലേ? വെറും രാലെ മാത്രമേ തരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു മോളിക്യൂൾ രാമൻ ആക്ടിവിറ്റി തരണമെങ്കിൽ ബീറ്റ ഉണ്ടായിരിക്കണം. ബീറ്റ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ അതുണ്ടാവുന്ന ആ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റി ചേഞ്ച് വരണം. ദാറ്റ് മീൻസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ എ molecule to be Raman active is that it must cause a change in molecular polarizability. It must involve a change in polarizability during vibration. So we have derived the selection, that is the essential condition for a molecule to be Raman active is that it must have a change in the പോളറൈസബിലിറ്റി ഡ്യൂറിങ് ദ വൈബ്രേഷൻ. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത്തരം വൈബ്രേഷൻസ് മാത്രമാണ് രാമൻ ആക്ടിവിറ്റി തരുന്നത്. നമ്മൾ ആദ്യം റൊട്ടേഷണൽ സ്പെക്ട്ര പഠിച്ചു, അല്ലേ? അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രയിലുള്ള സെലക്ഷൻ റൂൾ എന്തായിരുന്നു? ഇറ്റ് മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി H2Cl2 ഇതൊന്നും തരില്ല, ഓക്കെ, കാരണം പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. പക്ഷേ വാട്ടർ തരുമെന്ന് മനസ്സിലായി, അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു വൈബ്രേഷണൽ. അതിൻ്റെ സെലക്ഷൻ റൂൾ എന്തായിരുന്നു? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണ്ട, ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് തന്നാൽ മതി. മനസ്സിലായി? അതുകൊണ്ട് എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും തരില്ല, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ ആയതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. പക്ഷേ ഇവിടെ വൈബ്രേഷണൽ സ്പെക്ട്രം കാർബൺ ഡൈ ഓക്സൈഡ് തരും, കാരണം അതിലെ ബെൻഡിങ്ങും ദെൻ അസിമെട്രിക് സ്ട്രെച്ചിങ്ങും തരും, നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പഠിച്ചത് രാമൻ സ്പെക്ട്ര. അപ്പോൾ അതിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വരണമെന്നില്ല, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരണമെന്നില്ല. എന്തുണ്ടായാൽ മതി? ദാറ്റ് മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ദി പോളറൈസബിലിറ്റി. മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റിയിൽ മാറ്റം വരുന്നുണ്ട് എങ്കിൽ അത്തരം മോളിക്യൂൾസ് രാമൻ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ, ക്ലോറിൻ ഇങ്ങനെയുള്ള ഹോമോ ന്യൂക്ലിയർ സബ്സ്റ്റൻസ് ഇതിന് ഡൈപോൾ മൊമെൻ്റ് ഇല്ല, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഇല്ല. പക്ഷേ ഇവർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പോളറൈസബിലിറ്റിയിൽ വ്യത്യാസം വരും. കാരണം ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുമ്പോൾ നമ്മളതിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ഒരു ഭാഗത്തേക്ക് പോകും, ഇലക്ട്രോൺസ് മാറും, ഓക്സിജൻ, അതായത് ഈ മോളിക്യൂൾ പോളറൈസ് ചെയ്യും, അല്ലേ? വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് കൂടി രാമൻ ആക്ടിവിറ്റി തരും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ സെലക്ഷൻ റൂൾ. ഫോർ എ മോളിക്യൂൾ ടു ബി രാമൻ ആക്റ്റീവ് ഇറ്റ് മസ്റ്റ് കോസ് എ ചേഞ്ച് ഇൻ ദി മോളിക്കുലാർ പോളറൈസബിലിറ്റി. ബീറ്റ എന്നുള്ളൊരു ടേം ഉണ്ടായാൽ മാത്രമാണ് ഈ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്താ ബീറ്റ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി വിത്ത് വൈബ്രേഷൻ. ഈ ടേം ഇല്ലെങ്കിൽ വെറും റാലെയാണ് നമുക്ക് കിട്ടുക. We know that Raman spectra is associated with both vibrational and rotational transitions. Now we want to study pure rotational Raman spectra. Rotation മാത്രം ഇൻവോൾവ് ചെയ്യുന്ന Raman spectra ആണ് pure rotational Raman spectra of diatomic molecule. ഇനി എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ? നമ്മൾ ഈ ഗ്രോസ് സെലക്ഷൻ റൂളാണ് ഈ പറഞ്ഞത്. ഡ്യൂറിങ് ഇസ് വൈബ്രേഷൻ ഓർ റൊട്ടേഷൻ. നമ്മൾ ഈ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തത് വൈബ്രേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടും ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. അപ്പോഴും നമുക്ക് കാണാം റൊട്ടേഷൻ്റെ സമയത്ത് ഒരു പോളറൈസബിലിറ്റി ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ മോളിക്യൂൾ രാമൻ ആക്റ്റീവ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അത് നമ്മളുടെ ഒരു റിഗറസ് സെലക്ഷൻ റൂളാണ്. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ പറയണം. അത് നമ്മൾ ആദ്യം തുടങ്ങിയ റൊട്ടേഷണൽ എന്തായിരുന്നു? ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ് പറയുക, അല്ലേ? ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര ഓർ മൈക്രോവേവ് സ്പെക്ട്ര ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-1 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു +or-1 ആയിരിക്കണം ഹാർമോണിക് ഓസിലേറ്ററിന്. അല്ലാത്തവർക്ക് +or-1, +or-2, +or-3 ആവാം. അതിൽ തന്നെ ഹോട്ട് ബാൻഡും ഓവർടോണൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പ്യുർ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയുടെ എന്താണ് സെലക്ഷൻ റൂള്. സോ ഫോർ എ പ്യുർ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര ദ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-2 ആയിരിക്കണം. അത്തരം ട്രാൻസിഷൻസ് മാത്രമാണ് രാമൻ ആക്റ്റീവ് ആയിട്ടുള്ളത് തരുള്ളൂ. സോ ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-2. സച്ച് ട്രാൻസിഷൻസ് ആർ രാമൻ ആക്റ്റീവ്. ഇത് ഏതിൻ്റെയായിരുന്നു? +or-1 വരുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. രാമൻ സ്പെക്ട്ര തരണമെങ്കിൽ ഡെൽറ്റ ജെ മസ്റ്റ് ബി ഈക്വൽ ടു +or-2. എന്താ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ?
ഡെൽറ്റ ജെ മീൻസ് ജെ അപ്പർ മൈനസ് ജെ ലോവർ, അതാണ് ഡെൽറ്റ. ജെ അപ്പർ എന്ന് വെച്ചാൽ ഹയർ സ്റ്റേറ്റ്, ജെ ക്യാൻ ഹാവ് വാല്യൂ 0 1 2 3 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജെയുടെ അപ്പർ എപ്പോഴും വലിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവിനെ വേണമെങ്കിൽ കളയാം. ഡെൽറ്റ ജെ ഈക്വൽ ടു +2 എന്ന് എഴുതിയാലും മതി. ഡെൽറ്റ ജെ ഈക്വൽ ടു +2 എന്നുള്ള എഴുതിയാലും സെലക്ഷൻ റൂളായി. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ നമുക്കറിയാം റൊട്ടേഷണൽ ടേം ഇ ജെനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ്, ഇ ജെ ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു J+1 എന്ന് എഴുതിയത് ഓർമ്മ ഉണ്ട്. 3 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. റൊട്ടേഷണൽ ടേം ഇ ജെ ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു J+1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, വേർ ജെ ഈസ് ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് നമ്പർ. ഇറ്റ് ക്യാൻ ഹാവ് 0 1 2 3 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് h/8π² IC. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി വെച്ച് നമ്മൾ ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഇ ജെ ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു J+1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം ഒരു ട്രാൻസിഷൻ്റെ എന്താണ് സെലക്ഷൻ. ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +2 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എങ്ങനെയുള്ള ട്രാൻസിഷൻ, ഡെൽറ്റ ഇ ജെ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡെൽറ്റ ഇ ജെ എന്ന് പറയുന്നത് ജെയിൽ നിന്ന് J+2യിലേക്കുള്ള ട്രാൻസിഷൻ, ജെയിൽ നിന്ന് J+2യിലേക്കുള്ളൊരു ട്രാൻസിഷൻ. അപ്പോൾ നമുക്കതിനെ ഡെൽറ്റ ഇ ജെ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, J+2 നിന്ന് ഇങ്ങോട്ടേക്കുള്ള അതല്ല എനർജി ഡിഫറൻസ്. J+2ൻ്റെ എനർജി അല്ലേ കൂടുതൽ. അപ്പോൾ എനർജി ഓഫ് ദി J+2th ലെവൽ മൈനസ് ഈ ടേം ഓഫ് ദി ജെ ലെവൽ. ഇങ്ങനെ എഴുതിക്കൂടെ ഡെൽറ്റ. ഇതാണ് ഇ ജെ. അപ്പോൾ ഡെൽറ്റ ഇ ജെയിൽ നിന്ന് J+2യിലേക്കുള്ളൊരു ട്രാൻസിഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇ ഓഫ് ദ J+2 ടേം മൈനസ് ഇ ഓഫ് ദ ജെ ടേം. അപ്പോൾ ഇ ഓഫ് ദ J+2 ടേം എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ദ J+2 പറഞ്ഞാൽ ജെക്ക് പകരം നമ്മൾ J+2 എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബി എന്നിട്ട് ഇവിടെ ജെക്ക് പകരം J+2 കൊടുത്തു, J+2 ഇൻറ്റു ഇവിടെ ജെക്ക് പകരം J+2 കൊടുക്കുക. അപ്പോൾ ഇതെന്തായി മാറും, J+3 എന്നാവും. J+2 ദാറ്റ് ഈസ് J+2 ഇൻറ്റു J+3 മൈനസ് ജെത്ത് ടേമിൻ്റെ എനർജി. അപ്പോൾ ജെക്ക് ജെ എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ബി ജെ ഇൻറ്റു J+1 എന്ന് തന്നെ വരും. എന്നിട്ട് ഇതിനെ ഇലാബറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ബി ഇൻറ്റു 4J+6 എന്നാണ് നമുക്ക് കിട്ടുക. ബി ഇസ് ഇൻറ്റു 4J+6 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഡെൽറ്റ ഇ ജെ എനർജി ഡിഫറൻസ്. സെലക്ഷൻ റൂൾ എന്തായിരുന്നു, +2 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ജെന്ന് J+2 എന്നുള്ള ട്രാൻസിഷൻ കൊടുത്തത്. ഇനി J+2 നിന്ന് J+4 കൊടുത്താലും നിങ്ങൾക്ക് ഇതന്നെയാണ് കിട്ടുക. ഇനി J+4 നിന്ന് J+6 അത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നു കേട്ടോ. അപ്പോഴും ഇതന്നെ ഇക്വേഷൻ കിട്ടുക. എപ്പോഴും കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ബി ഇൻറ്റു 4J+6 ആണ്. അപ്പോൾ ജെ എന്ന് പറയുന്നത് ലോവർ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ 2ൽ നിന്ന് 4 എന്ന് എഴുതുമ്പോൾ ഇവിടെ 2 ആണ് എഴുതേണ്ടത്. 1ൽ നിന്ന് ഇതാ പറയുമ്പോൾ ഇവിടെ 1 ആണ് എഴുതുന്നത്. ജെ എന്ന് പറയുന്നത് എപ്പോഴും ലോവർ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും പറ്റുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഡെൽറ്റ ഈക്വൽ ടു ബി ഇൻറ്റു 4J+6. Now nu is the radiations of emitter radiationൻ്റെ വേവ് നമ്പറാണ്. ആൻഡ് ന്യൂ ഐ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ വരും, പിന്നെ അത് ന്യൂക്ക് ഈക്വൽ ആകുമ്പോൾ നമ്മൾ അതിനെ റാലെ എന്ന് പറയും, കൂടുമ്പോൾ അതിനെ ആൻറ്റി സ്റ്റോക്സ് എന്ന് പറയും, കുറയുമ്പോൾ അതിനെ സ്റ്റോക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ന്യൂ ബാറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ന്യൂ ഐ ബാർ. ന്യൂ ഈക്വൽ ടു ന്യൂ ഐ ബാർ ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്, റാലയുടെ ഇക്വേഷനാണ്. പക്ഷെ നമ്മൾ രാമനാണ് പഠിക്കുന്നത്. ന്യൂ ഈക്വൽ ടു ന്യൂ ഐ ബാർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇ. ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഐ ബാർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ല ഡെൽറ്റ ഇ, അതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ന്യൂ ഐ ബാർ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്, ബി ഇൻറ്റു 4J+6 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇന്ന് നമുക്കറിയാം ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ന്യൂ ഐ ബാർ. വന്ന ആളുടെയും സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിനെ നമ്മൾ റാലെ എന്ന് പറയും. ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു രാമൻ. അതിൽ ന്യൂ ഐ പ്ലസ് എന്ന് വരുമ്പോൾ എന്ത് വരും, ന്യൂ പോയ ആളുടെ ഫ്രീക്വൻസി വന്ന ആളുടെ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ളതിനെ എന്താ ആൻറ്റി സ്റ്റോക്സ് എന്നാണ് പറയുന്നത് അല്ലേ. സോ വേർ പ്ലസ് ഇൻഡിക്കേറ്റ്സ്, ഈ ഇക്വേഷനിലുള്ള പ്ലസ് ഇൻഡിക്കേറ്റ്സ് ആൻറ്റി സ്റ്റോക്സ് ആൻഡ് മൈനസ് ഇൻഡിക്കേറ്റ് സ്റ്റോക്സ്.
നേരത്തെ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. മൈനസും പ്ലസും പറഞ്ഞത് ഇവിടെ മൈനസും പ്ലസും വ്യത്യാസമുണ്ട്. ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷനാണ് സ്റ്റോക്ക്, പ്ലസ് വരുന്നതാണ് ആൻറ്റി സ്റ്റോക്ക്. ഇവിടെ ന്യൂ എന്ന് പറയുന്നത് നമ്മളുടെ പുറത്ത് വിട്ട റേഡിയേഷനാണ്. അതിന് ന്യൂ ഐനേക്കാൾ കൂടുതൽ വരുന്നത് ഏതിലായിരുന്നു? ആൻറ്റി സ്റ്റോക്സിലാണ്. കുറവ് വരുന്നത് സ്റ്റോക്സ്. അപ്പോൾ പ്ലസ് സൈൻ, ഇത് പ്ലസ് സൈൻ ഇട്ടിട്ടുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആൻറ്റി സ്റ്റോക്ക്. മൈനസ് ഉള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്റ്റോക്സ്. ഈക്വൽ ആവുന്നത് റാലെ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്നാൽ ഇനി നോക്കൂ, നമ്മൾ ന്യൂ ബാറിനുള്ള എക്സ്പ്രഷൻ നമ്മളിങ്ങനെ എഴുതിയില്ലേ. നൗ വി ആർ പുട്ടിംഗ് ദ വാല്യൂസ് j = 0, 1, 2, 3 എന്നുള്ള ഇക്വേഷൻസ് നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് വേവ് നമ്പേഴ്സ് ഫോർ സ്റ്റോക്സ്, ആൻറ്റി സ്റ്റോക്സ്, ലൈൻസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് വെൻ j = 0 ആകുമ്പോൾ എന്താ വരും? ന്യൂ ഐ +or-b. 4 jക്ക് 0 കൊടുത്തപ്പോൾ ഇവിടെ 0 വരും, 6. അപ്പോൾ 6b എന്ന് വരും അല്ലേ. ന്യൂ ഐ ബാർ +or-6b എന്ന് വരും. അപ്പോൾ +6b, അതായത് ന്യൂ ഐ എന്ന് പറയുന്നത് ഇവിടെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലുള്ള ലൈൻ എന്താണ്? സ്റ്റോക്ക് ലൈനാണ്. ന്യൂ ഐ കറസ്പോണ്ടിങ് ടു സ്റ്റോക്ക് ലൈനാണ് അല്ലേ. ഇനി 6b +6b എന്ന് പറഞ്ഞാൽ ന്യൂ ഐനോട് കൂടി പ്ലസ് കൂട്ടുന്നത് അത് ഏതിനാണ്? ആൻറ്റി സ്റ്റോക്സ് ലൈനാണല്ലോ. 6b സെൻറ്റിമീറ്റേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ന്യൂ ഐ ബാർ. ന്യൂ ഐ ബാറിനേക്കാൾ 6b കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് ന്യൂ ഐ 6b ഇങ്ങോട്ടേക്ക് എടുത്തു, 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ വരുന്ന ലൈൻ ഇതാണ് ആൻറ്റി സ്റ്റോക്ക്. അതുപോലെ 6b ലെഫ്റ്റ് കുറഞ്ഞു, അതാണ് സ്റ്റോക്ക്. ഇത് മനസ്സിലായോ 6bയുടെ കാര്യം? ഇനി നമ്മളപ്പോൾ j = 0യുടെ ലെവൽ. ഇനി j = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. j = 1 എന്ന് പറയുമ്പോൾ 4 × 1 4, 6 4 10 കിട്ടും. അപ്പോൾ ന്യൂ ഐ ബാർ +10b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ന്യൂ ഐ എന്ന് പറയുന്നത് നമ്മളുടെ റാലെ 10b റൈറ്റിലേക്ക് പോയി. 10b റൈറ്റിലേക്ക് പോയി പറഞ്ഞാൽ 6b കഴിഞ്ഞാൽ പിന്നെ 4b അല്ലേ. അങ്ങനെ ഇതാണ് 10b. ഈ ഡിഫറൻസാണ് 10b റൈറ്റിലേക്ക് പോകുന്നത് ആൻറ്റി സ്റ്റോക്ക് ലൈൻ, 10b ലെഫ്റ്റിലേക്ക് പോകുന്നത് സ്റ്റോക്ക് ലൈൻ. ഓക്കെ, ഇനി അടുത്ത വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 14b 18b എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ 4b ഡിഫറൻസിലാണ് പിന്നെ ലൈൻസ് വരുന്നത്. ബാക്കി ആദ്യത്തെ രണ്ട് ഫസ്റ്റ് stocks line, that is separation of first anti-stocks and stocks line from Rayleigh line is 6b centimeters, and the separation between successive anti-stocks and stocks line is 4b. ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് മിസ് ഇങ്ങനെ ഇപ്പോൾ ടെക്സ്റ്റ് നോക്കി പറഞ്ഞു തരണേ. അപ്പോൾ ഫസ്റ്റ് ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് 6b ആണ്, അടുത്ത ബാക്കിയുള്ള എല്ലാവരും തമ്മിലുള്ള ഡിഫറൻസ് 4b ആണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാവും, 10 ഇങ്ങനെ മനസ്സിലാവും. സോ വെൻ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഐ നമുക്ക് നമ്മുടെ റാലെ ലൈൻ കിട്ടും. ഓക്കെ, ദെൻ ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആകുമ്പോൾ 6bയിൽ ലെഫ്റ്റിലുള്ളത് സ്റ്റോക്ക്, റൈറ്റിലുള്ളത് ആൻറ്റി സ്റ്റോക്ക്. പിന്നെ 10bയിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും, ഇവിടെ 10ലും കിട്ടും, പിന്നെ 14ൽ 18ൽ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിഫറൻസ് 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, ഇത് 6b, പിന്നെയുള്ള ലൈൻസ് എല്ലാം തമ്മിൽ 4b. ഓക്കെ, നമ്മൾ റൊട്ടേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ ഡിഫറൻസ് എന്താ പറഞ്ഞിരുന്നത്? 2b ഡിഫറൻസ് ആയിരുന്നു. പിന്നെ വൈബ്രേഷനിൽ പറഞ്ഞത് ഇങ്ങനെ മാറുന്നുണ്ട് അല്ലേ. എത്രയോ വാല്യൂസ് എനിക്ക് എത്ര ഓർമ്മയില്ല, ഓരോന്നും ചേഞ്ച് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലേ. പിന്നെ ഇവിടെ വരുന്നത് ആദ്യത്തെ 6b, പിന്നെ എല്ലാം 4b ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്യുവർ വൈബ്രേഷണൽ രാമൻ സ്പെക്ട്ര, അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ. ഇത് റൊട്ടേഷണലാണ്, ഇത് പ്യുവർ വൈബ്രേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സോ ദ സെലക്ഷൻ റൂൾ ഈസ് ΔV = +or-1, ദാറ്റ് ഈസ് ഫോർ ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ΔV = +or-1, ആൻഡ് ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ΔV = +or-1 ആവാം, +or-2 ആവാം, +or-3 ആവാം. അതായത് IRൻ്റെ അതേ സെലക്ഷൻ റൂൾ തന്നെയാണ് നമ്മുടെ രാമനിലും വരുന്നത്. ΔV = +or-1 ഫോർ ഹാർമോണിക് ഓസിലേറ്റർ, ΔV = +or-1, +or-2, +or-3. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? ഈ +or-2 -3 ഉള്ളവരെ നമ്മൾ ഓവർ ടോൺസ് എന്നാണ് പറയുക അല്ലേ. ഓവർ ടോൺസും വരാം, ഫണ്ടമെൻ്റൽസും വരാം. So in the last class we learned about the selection rule for quantum mechanical selection rule for pure rotational, pure vibrational, and the gross selection rules such as change in polarizability, etc. Now we want to check vibrational modes and Raman activity, and we know the essential condition for a vibration to be Raman active is that it must have a change in polarizability. Polarizability change varunna taram vibrations മാത്രമാണ് Raman active ആയിട്ടുള്ള vibrations ആവുള്ളൂ. അതുകൊണ്ട് തന്നെ
We know that hydrogen, chlorine, such homonuclear molecules do not show IR spectrum because their vibrations do not involve any change in dipole moment. So they are IR inactive. But these homonuclear diatomic molecules, when they vibrate, there occurs a change in polarizability. So they are Raman active. So the essential condition is there must be a change in polarizability during the vibration. And now we can check the water molecule. Water molecule, we know it's a non-linear, so there are 3n minus 6, so that is 3 vibrational modes ആണെന്നൊക്കെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സ്ട്രെച്ചിങ്, ഇങ്ങനെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ദെൻ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും, പിന്നെ നമ്മൾ ബെൻഡിങ്ങും പഠിച്ചു അല്ലേ? അല്ല, സിമെട്രിക് സ്ട്രെച്ചിങ് ന്യൂ 1 ന്യൂ 2 ന്യൂ 3 എന്നൊക്കെ പറഞ്ഞു. എല്ലാം IR ആക്റ്റീവാണ് പഠിച്ചു അല്ലേ നമ്മൾ? കാരണം എല്ലാത്തിലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരുന്നുണ്ട്. സോ ഓൾ ആർ IR ആക്റ്റീവ്. Similarly, all the molecules, their vibrational modes will undergo change in polarizability and they are Raman active. So in the case of water molecule, all the vibrational modes are IR active and all the vibrational modes are Raman active. Okay. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അത്തരം വൈബ്രേഷൻസ് ഒക്കെ രാമൻ ആക്റ്റീവ് ആയിരിക്കും. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് തരുന്ന വൈബ്രേഷൻസ് എല്ലാം IR ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലത് IR ആക്റ്റീവ് ആയിരിക്കും, ചിലത് രാമൻ ആക്റ്റീവ് ആവും, ചിലത് എന്തായിരിക്കും? രണ്ടും IRും ആക്റ്റീവ് ആയിരിക്കും, രാമൻ ആക്റ്റീവും ആയിരിക്കും. ചില വൈബ്രേഷൻസ് IR ആക്റ്റീവും അല്ല, രാമൻ ആക്റ്റീവും അല്ല. ഓക്കെ, അതിൽ നിന്ന് പുതിയൊരു റൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഏത് തരം വൈബ്രേഷൻസ് ആണ് IR ആക്റ്റീവ്, രാമൻ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു റൂളാണ് റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഫോർ സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾസ്. സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂൾസിന് മാത്രമാണ് ഈ റൂള് ബാധകമായിട്ടുള്ളൂ. സെൻറ്റർ ഓഫ് സിമെട്രി പറഞ്ഞു വെച്ചാൽ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഏത് സൈഡിലേക്ക് പോകുമ്പോഴും ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ ഒരു സെയിം മോളിക്യൂളിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, സെയിം ആറ്റത്തിനെ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ, അത് സെൻറ്റർ ഓഫ് സിമെട്രി ആണ്. നോക്കൂ, ഇവിടെ വരുമ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി ആണ്. ഓക്കെ, അതുപോലെ PtCl ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. നോക്കൂ, ഇവിടെ എല്ലാവരും Cl. സോ ഇതൊക്കെ സെൻറ്റർ ഓഫ് സിമെട്രി ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. സോ ഫോർ സെൻറ്റർ ഓഫ് സിമെട്രി മോളിക്യൂൾ, ദ റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സെഡ് ദാറ്റ് for a molecule of center of symmetry, no vibration can be both IR and Raman active. For a center of symmetric molecule, no vibration, ഒരു വൈബ്രേഷനും ഉണ്ടാവില്ല, both infrared and IR active. Raman active. രാമൻ ആക്റ്റീവും IR ആക്റ്റീവുമായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കില്ല. In such cases, the vibration that are IR active are Raman inactive and Raman active are IR inactive. അതാണ് റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. രാമൻ ആക്റ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ IR ഇനാക്റ്റീവ് ആയിരിക്കും. IR ഇനാക്റ്റീവായ വൈബ്രേഷൻസ് എല്ലാം രാമൻ ആക്റ്റീവായിട്ടായിരിക്കും. Okay, that is only for center of symmetric molecule. That is for center of symmetric molecules, no vibration can be both infrared active and Raman active. That means IR active vibrations are Raman inactive, and Raman active vibrations are IR inactive. Okay, so what is rule of mutual exclusion? In the case of center of symmetric molecules, no vibrational modes are IR active, both IR and Raman active. Or in other words, we can say, in the case of center of symmetric molecule, IR active vibrations are Raman inactive and Raman active vibrations are IR inactive. Let us check with a center of symmetric molecule, carbon dioxide. Carbon dioxide നമ്മൾ already vibrational modes പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? 4 വൈബ്രേഷണൽ മോഡ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? കാർബൺ 3n - 5 വയ്ക്കുമ്പോൾ 4 വരിക.
ഏതൊക്കെയായിരുന്നു? സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്. 2 ബെൻഡിങ് അല്ലേ, അങ്ങനെ മൊത്തം 4ആണ്. എന്നിട്ട് IRൽ നമ്മൾ പഠിച്ചു സിമെട്രിക് സ്ട്രെച്ചിങ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. 2 പേരും ഒരേ ഭാഗത്തേക്ക് ഒരേപോലെ വലിക്കുന്നത് കൊണ്ട് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്, സോ ഇറ്റ് ഈസ് IR ഇനാക്റ്റീവ് ആണ് അല്ലേ, ഇത് IR ആക്ടിവിറ്റി തരില്ല. പക്ഷേ ദ സിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി, സോ ദിസ് ഈസ് രാമൻ ആക്റ്റീവ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ രാമൻ ആക്റ്റീവായിട്ടുള്ള വൈബ്രേഷൻ IR ഇനാക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് രാമൻ ഇതിൻ്റെ IR സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോൾ ഈ ന്യൂ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ബാൻഡും കിട്ടില്ല IRൽ. പക്ഷേ രാമൻ എടുത്ത് നോക്കുമ്പോൾ ആ ന്യൂ ഈക്വൽ ടു 1347 അല്ലേ ഒരു ബാൻഡ് കാണാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് അസിമെട്രിക് സ്ട്രെച്ചിങ് നോക്കാം. അസിമെട്രിക് സ്ട്രെച്ചിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരുന്നുണ്ട്, IR ആക്റ്റീവാണ്, ഈ ഒരു റേഞ്ചിലാണ് തരിക എന്ന് പറഞ്ഞു. പക്ഷേ ഈ അസിമെട്രിക് സ്ട്രെച്ചിങ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി, സോ ദിസ് ഈസ് രാമൻ ഇനാക്റ്റീവ്. അപ്പോൾ ഇവിടെ IR ആക്റ്റീവായ ഈ തരം വൈബ്രേഷൻസ് രാമൻ ഇനാക്റ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ IR സ്പെക്ട്രത്തിൽ ഈ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബാൻഡ് കിട്ടും. ഇനി നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ ഇത് സ്ട്രെച്ചിങ് ബെൻഡിങ് ആണ്, രണ്ടും ബെൻഡിങ്ങും ഒരേ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഡബ്ലി ഡീജനറേറ്റ് അല്ലേ. ഒരൊറ്റ ഒന്നേ കിട്ടുള്ളൂ, ഒരൊറ്റ ലൈനേ കിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു 2 ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ്. അത് ഡബ്ലി ഡീജനറേറ്റ്. ഇവിടെയും നമ്മളറിയാം IR ആക്റ്റീവാണ്, പക്ഷേ രാമൻ ഇനാക്റ്റീവാണ്. അപ്പോൾ നമുക്ക് IR സ്പെക്ട്രം എടുത്തു വെച്ചാൽ 2 പീക്ക് കിട്ടും, രാമൻ എടുത്തു കഴിഞ്ഞു വെച്ചാൽ 1 പീക്കും കിട്ടും. അതിൻ്റെ അർത്ഥം ഒരു മോഡ് മാത്രമാണ് രാമൻ ആക്റ്റീവായിട്ടുള്ളൂ. ഇതിൽ 3 മോഡ് IR ആക്റ്റീവാണ്, അതിൽ 1 കറസ്പോണ്ടിങ് ടു ഡബ്ലി ഡീജനറേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നെറ്റ് എഫക്റ്റ് എന്താണ്? IR ആക്റ്റീവായത് രാമൻ ഇനാക്റ്റീവാണ്, രാമൻ ആക്റ്റീവായത് IR ഇനാക്റ്റീവാണ്. സോ ദാറ്റ് ഈസ് ദ റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. സോ നമ്മൾ പഠിച്ചു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മീൻസ് ആബ്സെൻസ് ഓഫ് കോമൺ ലൈൻ എന്നാണ്. മ്യൂച്വൽ ഒരേപോലത്തതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക, അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ആബ്സെൻസ് ഓഫ് കോമൺ ലൈൻ. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂൾ എടുത്തു, അതിൻ്റെ IRും എടുത്തു, രാമനും എടുത്തു. അപ്പോൾ രാമനിലും അതിലും ഒരേപോലെയുള്ളത് മോളിക്യൂൾസ് ഒരേപോലെയുള്ള ബാൻഡ് കിട്ടിയില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോമൺ ബാൻഡ്സ് ഇല്ല എന്നല്ലേ. അതിനർത്ഥം അത് സെൻട്രോസിമെട്രിക് മോളിക്യൂൾ ആയിക്കൊള്ളണം എന്നില്ല. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ശരിയാണ് പറയാൻ പറ്റില്ല. എന്താണ് ഡയറക്റ്റായിട്ട് എന്താ പറയണത്? സെൻട്രോസിമെട്രിക് മോളിക്യൂളിൽ IR ആക്റ്റീവ് ഇനാക്റ്റീവ് ആവും, IR ഇനാക്റ്റീവ് രാമൻ ആക്റ്റീവ് ആവും. നമ്മൾ നേരെ തിരിച്ച് പറയുകയാണ്. ഒരു സ്പെക്ട്രം എടുത്ത് നോക്കിയപ്പോൾ രാമൻ ലൈൻസ് IRൽ കണ്ടില്ല, IR ലൈൻസ് രാമനിലും കണ്ടില്ല. അത്തരം മോളിക്യൂള് സെൻട്രോസിമെട്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം C5H5 മൈനസ് എന്നുള്ളൊരു മോളിക്യൂളുണ്ട്. എന്താണ്? സൈക്ലോപെൻറ്റ ഡൈഈനൈൽ ആനയോൺ. ഇതാണ് സൈക്ലോപെൻറ്റ ഡൈഈനൈൽ ആനയോൺ. ഇതിൻ്റെ IR സ്പെക്ട്രം എടുത്ത് നോക്കും. ഈ IRും രാമനും എടുത്തു വെച്ചാൽ IRലുള്ള ബാൻഡൊന്നും രാമനിൽ കിട്ടില്ല, രാമനിലുള്ള ബാൻഡൊന്നും IR കിട്ടില്ല. പക്ഷേ ഇതിന് സെൻട്രോസിമെട്രി ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബട്ട് നമുക്ക് പറയാം സെൻട്രോസിമെട്രി ഉണ്ടെങ്കിൽ IR ആക്റ്റീവ് ആർ രാമൻ ഇനാക്റ്റീവ്, രാമൻ ആക്റ്റീവ് ആർ IR ഇനാക്റ്റീവ്. Now we can check the complementary character of IR and രാമൻ. ഇവർ പരസ്പരം എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇവർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ബോത്ത് ഇൻവോൾവ്സ് വൈബ്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ടും അല്ലേ, IRും രാമനും. ഇനി IR ആക്റ്റീവ് ആവണമെങ്കിൽ ദ എസെൻഷ്യൽ കണ്ടീഷൻ ഈസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. For Raman activity there must be a change in polarizability. ഇത് രണ്ടും വ്യത്യസ്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എങ്കിൽ പോലും ഇവർ പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ബോത്ത് ഓഫ് ദം ഇൻവോൾവ്സ് വൈബ്രേഷണൽ ട്രാൻസിഷൻ. വൈബ്രേഷനെയാണ് ഇവർ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് IR ആൻഡ് രാമൻ സ്പെക്ട്ര യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സ്റ്റഡി ദ വൈബ്രേഷൻസ് ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് നമുക്ക് മൊത്തമായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതാണ് ദേ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണ്. വാട്ടർ നമ്മൾ പഠിച്ചു, ആകെ 3 വൈബ്രേഷൻസ് ഉണ്ട്, 3ഉം IR ആക്റ്റീവും ആണ് രാമൻ ആക്റ്റീവും ആണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ IR സ്പെക്ട്രം മാത്രം എടുത്താൽ വാട്ടർ മോളിക്യൂളിനെ മൊത്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മോളിക്യൂളിനെ മൊത്തം പഠിക്കാം. ഓക്കെ, കാരണം ഇത് രണ്ടും ഒരേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെക്ട്രം എടുത്താൽ തന്നെ നമുക്ക് വാട്ടർ മോളിക്യൂളിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം
ഒരു മോഡ് ഓഫ് വൈബ്രേഷനാണ് രാമൻ ആക്റ്റീവ് ആയിട്ടുള്ളൂ അല്ലേ, അതാരാണ് സിമെട്രി സ്ട്രെച്ചിങ്. ആൻഡ് ബാക്കിയുള്ള രണ്ട് മോഡ് എന്ന് പറയുമ്പോൾ 1+1 അല്ലേ, ഇത് സ്ട്രെച്ചിങ് അസിമെട്രിക് സ്ട്രെച്ചിങ്ങും 2 ബെൻഡിങ്ങും, അതാണ് IR ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെൻട്രോസിമെട്രിക് മോളിക്യൂൾ രാമൻ സ്പെക്ട്രം മാത്രം എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ രാമനും IRഉം ആ 2 മെത്തേഡും ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് മോളിക്യൂളിനെ മൊത്തമായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അനദർ ഇത് പറയുന്നത് നമുക്ക് ഐസോമേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ട്രാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ, സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വരികയാണെങ്കിൽ, ഇപ്പം മറ്റു ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു കേട്ടോ, ചെറിയ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു, സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വരുന്നവരെ നമ്മൾ സിസ് എന്ന് പറയുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നവരെ നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നു. ഇത് ട്രാൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിലാണ് സെൻട്രോസിമെട്രി ഉള്ളത്? ട്രാൻസിലാണ് അല്ലേ. നോക്കൂ, ട്രാൻസ് എന്ന് വെച്ചാൽ ഒരു സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ ഒരേ ആൾക്കാരെ കണ്ടെത്തണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഒരേ ആൾക്കാർ. പക്ഷേ സിസിൽ അങ്ങനെയല്ലല്ലോ വരുന്നത്. അപ്പോൾ ട്രാൻസ് ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ സെൻട്രോസിമെട്രി ഉള്ളവരാണ്. അപ്പോൾ ട്രാൻസ് ഐസോമേഴ്സിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ നമുക്ക് ഈ IR സ്പെക്ട്രോസ്കോപ്പിയും റാമൻ സ്പെക്ട്രോസ്കോപ്പിയും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ബൈ കമ്പൈനിങ് ദീസ് 2 മെത്തേഡ്സ് വി ക്യാൻ ഈസിലി ഫൈൻഡ് എ കംപ്ലീറ്റ് picture about the vibrational modes or vibrational analysis ന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Next we are moving towards the applications of IR Raman applications, and the first and foremost application is the structural elucidation. ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൽ എലുസിഡേഷൻ, സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സ്ട്രക്ചറൽ ഡിറ്റർമിനേഷനാണ്. ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, എങ്ങനെയാണത് അവിടെ ബോണ്ടിങ് നടക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മോളിക്യൂളിനെ പോയിട്ടൊരു മൈക്രോസ്കോപ്പൊന്നും ഉപയോഗിച്ച് നോക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് ഡിഫറെൻറ്റ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് ദ ഫോർമോസ്റ്റ് ആപ്ലിക്കേഷൻ, സ്ട്രക്ചറൽ എലുസിഡേഷൻ. So the foremost application is structural elucidation. അതായത് we can find the functional group. ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ IRൽ പഠിച്ചില്ലേ, ഒരു OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 3600 കിട്ടും. CO കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 1700 to 1600 കിട്ടും. അപ്പോൾ അവിടെ ഒരു ബാൻഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മോളിക്യൂൾ ആ ഗ്രൂപ്പ് ഉണ്ടെന്ന് അല്ലേ. അതുപോലെ തന്നെയാണ് രാമനിലും നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. And then it can use to study ഐസോമേഴ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുക്കുക, IRഉം രാമനും എടുക്കുക, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രോസിമെട്രിക് ആണ്, അപ്പോൾ അത് ട്രാൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താം അല്ലേ. ദെൻ പിന്നെ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും രാമൻ സ്പെക്ട്രത്തിൽ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സോ ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റും. ദെൻ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള ഹൈഡ്രജൻ, ക്ലോറിൻ ഇവരെയൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ IR പറ്റില്ല, റൊട്ടേഷനൊന്നും പറ്റില്ല അല്ലേ. സോ ബൈ യൂസിങ് രാമൻ സ്പെക്ട്രോസ്കോപ്പി വി ക്യാൻ സ്റ്റഡി ദം. അവരെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊന്നും IRഉം അല്ല, റൊട്ടേഷണൽ സ്പെക്ട്രവും തരില്ല. സോ വി ക്യാൻ യൂസ് രാമൻ സ്പെക്ട്ര. ദെൻ നമുക്കറിയാം IR പോലെ തന്നെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, പിന്നെ ബോണ്ട് ലെങ്ത്, ബോണ്ട് സ്ട്രെങ്ത്ത്, ബോണ്ട് എനർജി, ഇതൊക്കെ നമുക്ക് രാമൻ സ്പെക്ട്രയിൽ നിന്നും കിട്ടും. എവിടെ ലൈനിൻ്റെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് നമ്മൾ വൈബ്രേഷൻ പറഞ്ഞു ലിക്വിഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. പക്ഷേ രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്യാസസ്, ലിക്വിഡ്സ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് സോളിഡ്. ട്രാൻസ്പാരൻ്റ് ആയ സോളിഡും എല്ലാത്തിനും നമുക്ക് രാമൻ സ്പെക്ട്ര അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിയർ IR ഉപയോഗിക്കാൻ പറ്റും, വിസിബിൾ അയക്കാൻ പറ്റും, നിയർ UV ഈ റേഡിയേഷൻസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. IRൽ IR മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. രാമനിൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചീപ്പാണ്, സിമ്പിൾ ടെക്നിക്കാണ് രാമനിൽ ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ആൻഡ് മെറിറ്റ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ, ഐസോമർ ഡിറ്റർമിനേഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, ഇമ്പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ homonuclear. We can find the force constant, bond length, bond strength. It can be applicable to gases, liquids and transparent solids. It can use near IR, visible and near UV regions, and instrumentation is very cheaper. So these are the applications and merits of Raman spectra.